ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തിരുവനന്തപുരം കവടിയാർ എന്ന സ്ഥലത്താണുള്ളത്. കവടിയാറുള്ള ഒലിവ് റെസ്റ്റോറൻറ്റിലേക്കാണ് കയറുന്നത്. നമുക്ക് നേരെ ഹോട്ടലിലേക്ക് തന്നെ പോകാം, സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ ഒലിവിൻ്റെ മെനു മൊത്തം പഠിച്ചു തീരണമെങ്കിൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ അതിന് മുതിരുന്നില്ല. നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്യാം. ശരിക്കും ഇതിനകത്ത് ആംബിയൻസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതും സിറ്റിയുടെ ഒത്ത നടുക്ക് ഒരു പഴയ വീടെടുത്തിട്ട് അതിനെ അടിപൊളിയായിട്ട് തട്ട് പോലെയൊക്കെ ചെയ്ത് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒലിവിലുള്ള എൻ്റെ മൂന്നാമത്തെ വിസിറ്റാണിത്. ഇതിനു മുമ്പും 2 തവണ വന്നപ്പോഴും മനോഹരമായ ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒലിവ് റെസ്റ്റോറൻറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ആമീസ് ജോജോ കബാബ് എന്നാണ് പേര്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കട്ട് ചെയ്യാനൊന്നും സമയമില്ല, അതുകൊണ്ട് നമുക്കിത് ഇതേ കൂട്ട് തന്നെ കഴിച്ചു നോക്കാം. ഒരു കാര്യം പ്രത്യേകം പറയണം, ആഫ്റ്റർ ഓർഡർ കുക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ്നെസ് ഉണ്ട്, ലൈക്ക് ഒരു നല്ല മസാല. അപ്പം ഞാൻ ഈ സ്റ്റാർട്ടർ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളുടെ മെയിൻ ഐറ്റം എത്തി. ഇത് പൊന്നാര മീനാണ്. പൊന്നാര മീനെ തവ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, അതൊരു മസാല പ്രിപ്പറേഷനാണ്. അടിപൊളി പ്രസൻറ്റേഷൻ അല്ലേ? നമുക്കിത് സൈഡിൽ നിന്ന് കമ്പും കോലും ഒന്നും വെച്ച് കഴിക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. ഫിഷ് നല്ല ജ്യൂസിയാണ്, തൊട്ടപ്പം തന്നെ ഇളകി വന്നില്ലേ. ഫിഷ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത്. അപ്പം ഇത് നമ്മുടെ ഒരു നാടൻ മസാല ഉള്ള ഒരു ടേസ്റ്റ്, അത്യാവശ്യം നല്ല സ്പൈസിയുമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് ഇത് നമ്മുടെ ബട്ടർ കുൽച്ച. ഇത് ഷെഷ്വാൻ പ്രിപ്പറേഷനാണ്. ഷെഷ്വാൻ ക്രാബ് മീറ്റ് ഫ്രൈഡ് റൈസ് ആണ്. ആദ്യം നമുക്ക് ഈ ബട്ടർ കുൽച്ച ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കുൽച്ചയും ഫിഷ് കൂടെ പോവായിരിക്കുമല്ലേ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പുന്നാരമീൻ കുറച്ചുകൂടി ഇങ്ങനെ എടുക്കാം, അതവിടെ ഇരിക്കട്ടെ. എനിക്ക് ബട്ടർ കുൽച്ചയുടെ ടേസ്റ്റ് അത് എങ്ങനെയുണ്ടെന്ന് അത് മാത്രം കഴിച്ചൊന്ന് നോക്കാം. ഒരു കാര്യം പറയാമല്ലോ, എന്നുവെച്ചാൽ ചെടിപ്പിക്കുന്ന ബട്ടറിൻ്റെ ടേസ്റ്റ് ഇല്ല, നോർമൽ ബട്ടറേ ഉള്ളൂ. മിക്കവാറും എവിടെ നിന്ന് ബട്ടർ കുൽച്ചയോ ബട്ടർ നാനോ വാങ്ങിച്ചാൽ ബട്ടർ കുളിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ ഫിഷും കൂട്ടി ഒരു പിടി കഴിച്ചു നോക്കാം. ഇതും ഇതിൻ്റെ കൂടെ പോകും കേട്ടോ. ഇനി നമ്മുടെ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്. ഇതിലെനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ക്രാബ് മീറ്റ് മാത്രം വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഷെഷ്വാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സോസ്, ആ ഒരു സ്പൈസിനെസ്, എനിക്കൊന്ന് ഇന്ന് ഓർഡർ ചെയ്ത എല്ലാം നല്ല സ്പൈസി ആയിട്ടാണ് കിട്ടുന്നത്. ഇന്ന് ഒരു ലക്കി ഡേ ആയിട്ടാണ് തോന്നുന്നത്. അപ്പം ഇത് ഫ്രൈഡ് റൈസ് കൊള്ളാം കേട്ടോ. ലൈക്ക് ഒരു ക്രാബ് മീറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൂടി ഉണ്ട്. ആദ്യമായിട്ടാണ് ക്രാബ് മീറ്റ് കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. സോ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഗൈസ്, എന്നിട്ട് ബാക്കി വിശേഷം കേൾക്കാം. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി. നമ്മൾ പൊന്നാര മീനിൻ്റെ ഒരു തവ മസാല ഫ്രൈ ആണ് വാങ്ങിച്ചത്.
അതുകൂടാതെ ഷെഷ്വാൻ ക്രാബ് ഫ്രൈഡ് റൈസ് എല്ലാം ഓക്കെ ആയിരുന്നു. അത് സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ച ആമി ജോജോ ചിക്കൻ അതും നല്ലതായിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യം ഇവിടുത്തെ ആംബിയൻസ് ആണ്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ. അതിലേറ്റവും കിടിലമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്ത് കവടിയാറാണിതുള്ളത്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി. ആമീസ് ജോജോ ചിക്കനാണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ചത്. അത് ഇറ്റ് വാസ് ഗുഡ്, നല്ലപോലെ കുക്ക്ഡ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഫ്രൈഡ് റൈസ്, അത് ഞാൻ പറഞ്ഞല്ലോ ഷെഷ്വാൻ ക്രാബ് മീറ്റ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പക്ഷേ ഒരു കാര്യം തുറന്നു പറയാമല്ലോ, അതിനകത്ത് ക്രാബിൻ്റെ മീറ്റ് അങ്ങനെ കണ്ടോയെന്ന് ചോദിച്ചാൽ എവിടെയോ കുറച്ച് ഉണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ റൈസ് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷെഷ്വാൻ റൈസ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് ചൈനീസ് ആണെങ്കിൽ പോലും ഈ ടൊമാറ്റോ സോസ് എല്ലാം കൂടെ കുത്തിക്കയറ്റി സാധാരണ കുളവാക്കാറുണ്ട്. പക്ഷേ അത് ചെയ്യാതെ അത്യാവശ്യം മെച്ചമായിട്ട് ചെയ്തു. പിന്നെ ബട്ടർ കുൽച്ചയാണ് എനിക്ക് ഈ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാര്യം ഓവറായിട്ട് ബട്ടർ വാരിക്കോരി കുളവാക്കിയിട്ടില്ലായിരുന്നു, എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫിഷിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടായിരുന്നല്ലോ, പൊന്നാര മീനായിരുന്നു. അത് അടിപൊളിയായിട്ട് കുക്ക്ഡ് ആയിരുന്നു, ജ്യൂസി ആയിരുന്നു. പിന്നെ എവിടെയൊക്കെയോ ഒരു ഇച്ചിരി പൊടിക്ക് ഉപ്പ് കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. അത് അത്ര ഒരു മോശം ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഇറ്റ് വാസ് ഗുഡ്. ആഫ്റ്റർ ഓൾ ഒലിവിൽ ഞാൻ 3ാമത്തെ തവണയാണ് വരുന്നത്. ഈ 3 വട്ടവും ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം കവടിയാറ് തിരുവനന്തപുരം വരുന്നവർ കവടിയാറ് വന്ന് ഒലിവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്.